നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ കാലഘട്ടമാണ്. നമുക്കറിയാം, എല്ലാ നിലക്കും അമേരിക്കൻ ഫുട്ബോൾ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ താരം ലയണൽ മെസ്സിയെ കഴിഞ്ഞ സമ്മറിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് അമേരിക്കൻ ലീഗിന്റെ വളർച്ചയ്ക്ക് ഇപ്പോൾ കാരണമാകുന്നുണ്ട്. മാത്രമല്ല, അടുത്ത മാർച്ച് മാസത്തിൽ ഒന്നാം നമ്പറുകാരായ അർജന്റീന സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നത് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ്. അതിനൊക്കെ പുറമെ വരുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റ് നടക്കുന്നത് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ്. അതിനുശേഷം വേൾഡ് കപ്പ് നടക്കുന്നതും അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ്. ഇങ്ങനെ എല്ലാ നിലക്കും അമേരിക്കൻ ഫുട്ബോൾ ഇപ്പോൾ ഒരു വളർച്ചയുടെ പാതയിലാണ്. ഇതിനൊക്കെ പുറമെ വരുന്ന സമ്മറിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാർ സൗഹൃദ മത്സരം കളിക്കുന്നത് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ്. ലിവർപൂൾ, ആഴ്സണൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവരാണ് പരസ്പരം അമേരിക്കയിൽ വെച്ചുകൊണ്ട് ഈ ഒരു വരുന്ന സമ്മറിൽ സൗഹൃദ മത്സരങ്ങളിൽ ഏറ്റുമുട്ടുക. അത് കൃത്യമായ കണക്കുകളിലേക്ക് വന്നാൽ ആഴ്സണലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള മത്സരം ഈ വർഷം ജൂലൈ 27-ാം തീയതിയാണ് നടക്കുക. ലോസ് ആഞ്ചലസിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. പിന്നീട് ജൂലൈ 31-ാം തീയതി ഫിലാഡൽഫിയയിൽ വെച്ചുകൊണ്ട് ലിവർപൂളും ആഴ്സണലും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഇനി ഓഗസ്റ്റ് 3-ാം തീയതി കൊളംബിയ എസ്സിയിൽ വെച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. കടുത്ത പോരാട്ടങ്ങളാണ് അമേരിക്കയിൽ വെച്ചുകൊണ്ട് അമേരിക്കൻ ഫുട്ബോൾ ആരാധകരെ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഏതായാലും ഈ മത്സരങ്ങൾ എല്ലാം തന്നെ അമേരിക്കയിൽ ഫുട്ബോൾ വളർത്തുന്നതിന് വളരെയധികം സഹായകരമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.